മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയ അക്കാഡമിക് ഇയർ ഇന്ന് ആരംഭിക്കുകയാണ്. പോളിടെക്നിക്കിൻ്റെ ചരിത്രത്തിന് ആദ്യമായിട്ടായിരിക്കും ഒരു അക്കാഡമിക് ഇയർ ഓൺലൈനായിട്ട് ആരംഭിക്കുന്നത്. നമ്മുടെ പ്രിൻസിപ്പളും HODയും ക്ലാസ് ട്യൂട്ടറും നിങ്ങളെ ഓൾറെഡി അഡ്രസ്സ് ചെയ്യുന്നതിന് വിശ്വസിക്കുന്നു. ഈ സെമസ്റ്റർ ഞാൻ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് എടുക്കുന്നുണ്ട്, പവർ ഇലക്ട്രോണിക്സ്, കോഡ് 5032. സബ്ജക്റ്റിനെ പറ്റി ഒരു ഇൻട്രഡക്ഷനും ഒരു സിലബസ് ഡിസ്കഷനും ചെറിയൊരു സെക്ഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഷെഡ്യൂൾ അനുസരിച്ച് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആ ഷെഡ്യൂളിനനുസരിച്ച് വീഡിയോകൾ കൃത്യമായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതെല്ലാവരും കൃത്യമായി കണ്ട് അതിൻ്റെ ഫീഡ്ബാക്കും തന്നിരിക്കുന്ന ആക്ടിവിറ്റി എല്ലാവരും കൃത്യമായിട്ട് ചെയ്യണം. അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ അറ്റൻഡൻസ് വരുന്നത്. നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് കടക്കാം. പവർ ഇലക്ട്രോണിക്സ് സബ്ജക്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ പ്രീ റിക്വസൈറ്റ് ആയിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ 3ാം സെമസ്റ്ററിൽ പഠിച്ച അനലോഗ് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സ് എന്നുള്ള സബ്ജക്റ്റിൽ ഡയോഡ് PN ജംഗ്ഷൻ ഡയോഡിൻ്റെ വർക്കിങ്ങിനെ പറ്റിയാണ്. നമ്മൾ ഏത് പവർ ഇലക്ട്രോണിക് ഡിവൈസ് പഠിച്ചാലും അതെല്ലാം എനിക്ക് നിങ്ങളൊരു പവർ BJT PNP ആയിരിക്കും, അല്ലെങ്കിൽ PNPN 4 ജംഗ്ഷൻ വരുന്ന, 3 ജംഗ്ഷൻ വരുന്ന, 2 ജംഗ്ഷൻ വരുന്ന PN ജംഗ്ഷനുകളാണ് എല്ലാ പവർ ഇലക്ട്രോണിക് ഡിവൈസുകളും. നമ്മളൊരു ഡയോഡിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ട് അതിൻ്റെ ബേസിക് ആയിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഏത് ഡിവൈസ് പഠിക്കുന്നതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഡയോഡിൻ്റെ വർക്കിങ്ങിനെ പറ്റി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമുക്കൊരു ഡയോഡിൻ്റെ വർക്കിങ്ങിനെ പറ്റി വേണമെങ്കിൽ ഒരു വീഡിയോയുടെ നമുക്ക് ചെയ്യാം. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കാനെ പറ്റിയുള്ള ഒരു വീഡിയോയുടെ ചെയ്യാം. അതിൻ്റെ റെക്ടിഫയർ നിങ്ങളും അതേ സബ്ജക്റ്റിൽ തന്നെ പഠിച്ചാണ്. ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ഒക്കെ നിങ്ങൾ പഠിച്ചാണ്. അത് മാത്രമല്ല നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ നിങ്ങളുടെ മിനി പ്രോജക്റ്റ് പവർ സപ്ലൈ യൂണിറ്റ് ഉണ്ടാക്കിയപ്പം ബ്രിഡ്ജ് റെക്ടിഫയർ എല്ലാവരും ഉണ്ടാക്കിയതാണ്. 230 വോൾട്ട് AC സപ്ലൈ നിങ്ങൾ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് 9 വോൾട്ട് AC സപ്ലൈ കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ അതിനെ നിങ്ങൾ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിൽ കടത്തി വിട്ട് 9 വോൾട്ട് DC ആക്കി. പിന്നെ നമ്മൾ റിപ്പിൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കപ്പാസിറ്റർ ഫിൽറ്ററൊക്കെ ഉപയോഗിക്കുന്നു. പക്ഷേ നമ്മൾ ഈ പവർ ഇലക്ട്രോണിക്സ് നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ റെക്ടിഫയറില്ല, കൺട്രോൾ റെക്ടിഫയർ എന്ന് പറയും. കൺട്രോൾ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ 9 വോൾട്ട് നിങ്ങൾ ഉപയോഗിച്ച് 9 വോൾട്ട് AC നമുക്ക് 9 വോൾട്ട് DC ആയിട്ട് കൺവേർട്ട് ചെയ്തു. പക്ഷേ ഒരു കൺട്രോൾ റെക്ടിഫയർ ഉണ്ടെങ്കിൽ ഒരു 9 വോൾട്ട് AC നമുക്ക് 0 വോൾട്ട് DC തൊട്ട് 9 വോൾട്ട് DC വരെ നിങ്ങൾക്ക് അതായിട്ട് കൺവേർട്ട് ചെയ്യാം. അങ്ങനത്തെ അതാണ് നമ്മൾ ഇതിനകത്ത് നമ്മുടെ പവർ ഇലക്ട്രോണിക്സിനകത്തുള്ള കൺട്രോൾ റെക്ടിഫയറിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അതിനെപ്പറ്റി നമ്മൾ 2ാമത്തെ മൊഡ്യൂളിൽ മെയിനായിട്ട് പഠിക്കുന്നതാണ്. അതുകൂടാതെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ച DC മെഷീൻ്റെ സ്പീഡ് കൺട്രോൾ, നമുക്കൊരു മൊഡ്യൂളുണ്ട്. ഡ്രൈവ് സർക്യൂട്ടുകൾ DC മെഷീൻ സ്പീഡ് കൺട്രോളിനെ പറ്റിയൊക്കെ ഒരു മൊഡ്യൂളുണ്ട് പവർ ഇലക്ട്രോണിക് ഡിവൈസുകൾക്ക് ഉപയോഗിച്ച്. അപ്പോൾ അതിൻ്റെ DC മെഷീൻ്റെ സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ് നമ്മൾ തിയറിയിലും പഠിച്ചാണ്, ലാബിലും ചെയ്തതാണ്. ലാബിൽ ഏതൊക്കെ മെത്തേഡാണ് ഉള്ളത്? ഒന്ന് ഫ്ലെക്സ് കൺട്രോൾ മെത്തേഡ്, നമ്മുടെ റേറ്റഡ് സ്പീഡിന് മേളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഫ്ലെക്സ് കൺട്രോൾ മെത്തേഡുണ്ട്. റേറ്റഡ് സ്പീഡിന് താഴേക്കാണെങ്കിൽ ആർമേച്ചർ കൺട്രോൾ മെത്തേഡുണ്ട്. രണ്ട് നമ്മുടെ DC മെഷീൻ്റെ ഒക്കെ സീരീസ് ടെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാണ് നിങ്ങൾക്കത് ഓർമ്മയിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് നമുക്ക് ശരിക്കും പവർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എന്താ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പേര് കണ്ടാൽ തന്നെ അറിയാം, പവർ ഇലക്ട്രോണിക്സ്. അത് പവർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് 11 kV, പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വോൾട്ടേജ് 440 kV, 66 kV, നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് 230 വോൾട്ട് AC അല്ലെങ്കിൽ 400 വോൾട്ട് 3 ഫേസ് AC. അങ്ങനെ നമ്മൾ യൂട്ടിലൈസേഷനോ അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്മിഷനോ ഡിസ്ട്രിബ്യൂഷനോ ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ലെവലിലുള്ള വോൾട്ടേജാണ് പവർ ലെവൽ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ADCക്ക് അത് പഠിച്ച സർക്യൂട്ടുകളെല്ലാം അങ്ങനെ വർക്ക് ചെയ്യുന്നത് 5 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ട് 15 വോൾട്ട് 30 വോൾട്ട് മാക്സിമം 30 വോൾട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾ വരെ ഉള്ളൂ. ഇത് നമ്മൾ സിഗ്നൽ ലെവൽ എന്ന് പറയും. ശരിക്കും സിഗ്നൽ ലെവൽ ഇലക്ട്രോണിക്സിലുള്ള ഡിവൈസുകളുടെ അഡ്വാൻറ്റേജുകൾ നമ്മൾ ഈ പവർ ലെവലിലേക്ക് കൊണ്ടുവരുന്ന അങ്ങനെ ഒരു സബ്ജക്റ്റാണ് ശരിക്കും ഈ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ പഠിച്ചൊരു ഡിവൈസാണ് BJT പഠിച്ചപ്പം BJTക്ക് പ്രധാനമായിട്ട് 3 ഓപ്പറേറ്റിംഗ് റീജിയനുള്ളത്. 1 ആക്റ്റീവ് റീജിയൻ, 2 സാച്ചുറേഷൻ റീജിയൻ, 3 കട്ട് ഓഫ് റീജിയൻ. അപ്പം നിങ്ങൾ പഠിച്ചപ്പം നിങ്ങൾ ശരിക്കും ആക്റ്റീവ് റീജിയൻ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തത് ഇല്ല. നമ്മളൊരു BJT വെച്ച് പഠിച്ച പ്രധാന സർക്യൂട്ടുകൾ എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയേഴ്സാണ്. ആംപ്ലിഫയറും ഏത് സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ BJTയുടെ Q പോയിന്റ് ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മൾ ആക്റ്റീവ് റീജിയനിലായിരിക്കും സെറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പവർ ഇലക്ട്രോണിക്സിലേക്ക് വരുമ്പം ഈ ഒരു ഡിവൈസുകളുടെ ആക്റ്റീവ് റീജിയനല്ല നമുക്ക് ആവശ്യം. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇവിടെ
ഒന്നുകിൽ സാച്ചുറേഷൻ റീജിയനിലും കട്ട് ഓഫ് റീജിയനിലുമാണ്. അപ്പോൾ സാച്ചുറേഷൻ റീജിയനിൽ ഈ ഡിവൈസ് ഒരു ഓൺ സ്വിച്ചായിട്ട് വർക്ക് ചെയ്യും, ഓൺ ആയിട്ടിരിക്കുന്ന സ്വിച്ചായിട്ട് വർക്ക് ചെയ്യും. കട്ട് ഓഫ് റീജിയൻ ആണെങ്കിൽ ഈ ഡിവൈസ് ഒരു ഓഫ് സ്വിച്ചായിട്ട് വർക്ക് ചെയ്യും. നമ്മൾ ഓണും ഓഫും അതൊരു സ്വിച്ചാണ് ശരിക്കും പവർ ഇലക്ട്രോണിക്സ് എല്ലാ ഡിവൈസുകൾ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ മെക്കാനിക്കൽ നമ്മുടെ സ്വിച്ച് പോലെ ചെറുതായിട്ട് ഓൺ ഓഫ് ആക്കാൻ സ്വിച്ചല്ല. നമ്മുടെ പവർ ലെവലിലുള്ള ഫ്രീക്വൻസി 50 ഹെർട്സ്, അതായത് ഒരു 20 മില്ലി സെക്കൻഡ് ഓരോ സൈക്കിളും, ഓരോ പുതിയ സർക്യൂട്ടിൽ 20 മില്ലി സെക്കൻഡ് ഉണ്ടാകും, ഓരോ പുതിയ AC സൈക്കിൾ. അത് ആ സൈക്കിളിൽ തന്നെ 20 മില്ലി സെക്കൻഡ് ചെറിയ സൈക്കിളിൽ തന്നെ നമുക്ക് പലതവണ സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഫാസ്റ്റായിട്ടുള്ള ഓട്ടോമാറ്റിക് സ്വിച്ചുകളാണ് എല്ലാ പവർ ഇലക്ട്രോണിക് ഡിവൈസുകളും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പം ഈ ഫാനിൻ്റെ ഒരു സർക്യൂട്ട് കണ്ടുകഴിഞ്ഞു. ഇവിടെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കൺവെൻഷണൽ റെഗുലേറ്റർ, ഫാനിൻ്റെ റെഗുലേറ്ററിൻ്റെ സർക്യൂട്ടായത്. അപ്പോൾ നമുക്ക് ഇപ്പം ഫാനാണെങ്കിൽ മാക്സിമം സ്പീഡ് വേണമെങ്കിൽ നമ്മൾ ആ നോബ് ശരിക്കും തിരിച്ച് ഈ 5 എന്നുള്ള പോയിന്റിലായിരിക്കും കൊണ്ടുവയ്ക്കുന്നത്. 5 എന്നുള്ള പോയിന്റിൽ കൊണ്ടുവയ്ക്കുമ്പം ഫാന് 220 വോൾട്ട് സപ്ലൈ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 5 മാക്സിമം അതിൻ്റെ ലോഡ് കറണ്ട് ഫാൻ എടുക്കുന്നു, മാക്സിമം വോൾട്ടേജ് ഇത് വർക്ക് ചെയ്യുന്നു, മാക്സിമം പവർ വർക്ക് ചെയ്യുന്നു. ഒരു ഫാനിൻ്റെ മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ റേറ്റഡ് പവർ പറഞ്ഞാൽ 60 വാട്ട് പവറിലായിരിക്കും എല്ലാ നമ്മുടെ ഡൊമസ്റ്റിക് യൂസിന് ഉപയോഗിക്കുന്ന ഫാനുകളെല്ലാം റേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ 60 വാട്ട് പവർ ഫാൻ കറങ്ങും, നമുക്ക് കാറ്റ് കിട്ടും. ഈ ഇപ്പം ഇൻ കേസ് നമുക്ക് കുറച്ച് കാറ്റ് മതി, അപ്പോൾ നമ്മൾ സ്പീഡ് കുറച്ച് 1ലേക്ക് കൊണ്ടുപോയി, നോബ് തിരിച്ച് 4, 3, 2, 1ലേക്ക് കൊണ്ടുപോയപ്പോൾ നമുക്കറിയാം ഫാന് പതിയെ ആയിരിക്കും കറങ്ങുന്നത്. പക്ഷേ ഈ പതിയെ കറങ്ങുമ്പോൾ ഫാൻ ശരിക്കും പതിയെ കറങ്ങുമ്പോൾ അതിൻ്റെ എടുക്കുന്ന പവർ കുറവായിരിക്കും, 20 വാട്ട് പവർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 20 വാട്ട് എടുക്കുന്നത് വിചാരിച്ചാൽ 60 വാട്ടുള്ളൊരു ഫാന് ചെറിയ സ്പീഡിൽ ഒന്ന് വെച്ച് കറങ്ങുമ്പോൾ 20 വാട്ട് എടുക്കുന്നുള്ളൂ. പക്ഷേ ബാക്കി 40 വോൾട്ട് ശരിക്കും സംഭവിക്കുന്നത് വെച്ചാൽ ഈ റെഗുലേറ്ററിനകത്തുള്ള റെസിസ്റ്റർ വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും AC സപ്ലൈ നിന്ന് 60 വോൾട്ടിനുള്ള കറണ്ട് എടുക്കുന്നുണ്ട്, ലോഡ് എപ്പോഴും സെയിം ആയിരിക്കും. 220 വോൾട്ട് സപ്ലൈ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്, ലോഡ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ എടുക്കുന്ന കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു 60 വാട്ട് വെച്ചിട്ട് കുറഞ്ഞ സ്പീഡിൽ കറക്കിയാലും കൂടിയ സ്പീഡിൽ കറക്കിയാലും 60 വാട്ടിൽ തന്നെ ആയിരിക്കും ഈ ഫാൻ വർക്ക് ചെയ്യുന്നത്, ഇൻപുട്ട് എടുക്കുന്നത്. പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന മാക്സിമം സ്പീഡിൽ നല്ല ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ സ്പീഡ് കുറഞ്ഞിറങ്ങുമ്പോൾ ശരിക്കും ഫാന് 20 വാട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ബാക്കി 40 വാട്ട് 40 വാട്ട് നമ്മൾ ഈ റെസിസ്റ്ററിൽ കൊണ്ട് വേസ്റ്റ് ആക്കി ചെയ്യുന്നത്. ഫാനിൻ്റെ സ്പീഡ് കുറച്ച് കാറ്റാണെങ്കിലും കൂടുതൽ കാറ്റാണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജും കിട്ടുന്നില്ല. ഫാൻ എപ്പോഴും മാക്സിമം സ്പീഡിൽ കറങ്ങാണ്ട് അതിൻ്റെ കറണ്ട് എടുക്കുന്നുണ്ട്. ആ ഒരു ഡിസഡ്വാൻറ്റേജ് അതാണ് നമ്മൾ ഈ പവർ ഇലക്ട്രോണിക്സ് സ്വിച്ച് വെച്ച് നമ്മൾ ഒഴിവാക്കാൻ പോകുന്നത്. പവർ ഇലക്ട്രോണിക്സ് വെച്ച് നമ്മൾ ഈ ഒരു ഫാൻ റെഗുലേറ്റർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ എത്ര പവറാണ് വേണ്ടത് അതിനനുസരിച്ച് മാത്രം ഉള്ള പവർ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എത്ര പവറാണോ 20 വാട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇൻപുട്ടിന് അത്രയും പവർ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ് ലോഡ് സെയിം ആയിട്ട് കറണ്ട് എപ്പോഴും സെയിം ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന വെച്ചാൽ പവർ ഇലക്ട്രോണിക് ഡിവൈസ് വെച്ച് ഈ വോൾട്ടേജിനെ നമ്മൾ ചെറുതാക്കുന്നു. 220 വോൾട്ട് ആയിരിക്കും നമ്മുടെ പ്ലഗ് വരുന്ന വോൾട്ടേജ്. പക്ഷെ നമ്മളൊരു പവർ ഇലക്ട്രോണിക് ഡിവൈസ് വെച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് 110 വോൾട്ട് മതി ആ ഫാൻ ഒരു കുറഞ്ഞ സ്പീഡിൽ കറങ്ങാൻ 110 വോൾട്ട് ഒരു എത്ര ആംപിയർ മതിയെങ്കിൽ 1 വോൾട്ട് എടുക്കത്തുള്ളൂ. അതിനനുസരിച്ചായിരിക്കും ആ പവർ ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ വർക്കിംഗ് വരുന്നത്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണത്തില്ല. നമ്മളതിൻ്റെ സർക്യൂട്ടുകളെല്ലാം പഠിച്ചു വരുമ്പോൾ ഈ റെക്ടിഫയറും കൺവേർട്ടർ പോലെ സർക്യൂട്ടുകളുണ്ട്. അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലായി. ഞാനൊരു എക്സാമ്പിൾ പറയാൻ വേണ്ടി മെയിനായിട്ട് ഈ ഉള്ളൂ. അടുത്തായിട്ട് വരുന്നൊരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്കെപ്പോഴും 230 വോൾട്ട് AC സപ്ലൈ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇൻ കേസ് നമുക്കിപ്പം ഒരു 100 വോൾട്ട് DC സപ്ലൈ ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് വീട്ടിലൊരു ആവശ്യത്തിന് വേണം 100 വോൾട്ട് DC സപ്ലൈ വേണം. പക്ഷേ നമുക്ക് പ്ലഗ് 230 വോൾട്ട് AC സപ്ലൈ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു ട്രാൻസ്ഫോമർ ഒന്നും വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ AC സപ്ലൈ DC സപ്ലൈ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ. ഇത് നിങ്ങളിവിടെ കണ്ടു കാണും, കോൺസ്റ്റൻറ്റ് AC ടു വേരിയബിൾ DC. കോൺസ്റ്റൻറ്റ് നമ്മൾ വാക്ക് ഉദ്ദേശിക്കുന്നത് 230 വോൾട്ട്, നമുക്ക് ആ കിട്ടുന്ന വോൾട്ടേജ് മാറുന്നില്ല, 230 വോൾട്ട് തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് ഇപ്പം നിങ്ങൾ ഡയോഡ് റെക്ടിഫയർ നിങ്ങളുടെ പവർ സപ്ലൈക്ക് അത് ഉപയോഗിച്ചായിരുന്നു. അത് വെച്ച് ഒരു പവർ ഡയോഡ് വെച്ച് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാക്കിയിട്ട് ഈ 230 വോൾട്ട് AC കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് 230 വോൾട്ട് DC തന്നെ ആയിരിക്കും, കോൺസ്റ്റൻറ്റ് DC സപ്ലൈ തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് വേറെ ചില പവർ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ റെക്ടിഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ഈ 230 വോൾട്ട് AC സപ്ലൈ നമുക്ക് ഇൻപുട്ട് ഉണ്ടെങ്കിൽ 0 തൊട്ട് 230 വോൾട്ട് വരെ ഏത് വോൾട്ട് നമുക്ക് ഇഷ്ടമുള്ള വോൾട്ടുള്ള DC സപ്ലൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് നമ്മൾ വേരിയബിൾ DC എന്ന് പറയുന്നത്. അടുത്തായിട്ടുള്ള മെയിൻ ഡിവൈസ് എന്ന് പറയുന്ന സർക്യൂട്ട് പറഞ്ഞാൽ കൺവേർട്ടർ. എന്നുവെച്ചാൽ കോൺസ്റ്റൻറ്റ് DC വേരിയബിൾ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ 100 വോൾട്ട് DC സപ്ലൈ കൊണ്ട് അതിന് നമുക്ക് 80 വോൾട്ട് DC സപ്ലൈ മതി. അങ്ങനെ ആ DC സപ്ലൈ ഒരു കോൺസ്റ്റൻറ്റ് DC സപ്ലൈ നമുക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ DC സപ്ലൈ ആയിട്ട് മാറ്റുന്നതിനാണ്
കൺവേർട്ടർ എന്നുള്ള സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. ഈ കൺവേർട്ടറിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 100 വോൾട്ട് ആണെങ്കിൽ 100 കുറഞ്ഞുള്ള വോൾട്ടേജ് ഉണ്ടാക്കാം. അതിന് നമ്മൾ ബക്ക് കൺവേർട്ടർ എന്ന് പറയും. 100 മേലോട്ടുള്ള വോൾട്ടേജ് ഉണ്ടാക്കാം. അതിന് നമ്മൾ ബൂസ്റ്റ് കൺവേർട്ടർ എന്ന് പറയും. അതാണ് നമുക്കൊരു സപ്ലൈ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഉണ്ടെങ്കിൽ അതിന് കുറവുള്ള വോൾട്ടേജും കൂടുതലുള്ള വോൾട്ടേജും DC സപ്ലൈ നമുക്ക് കൺവേർട്ടർ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ കോമൺ ആയിട്ടുള്ള വേറൊരു സർക്യൂട്ടാണ് ഇൻവേർട്ടർ. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള AC സപ്ലൈ നമ്മൾ വേരിയബിൾ ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള DC സപ്ലൈ നമ്മൾ വേരിയബിൾ ആയിട്ടുള്ള AC ആയിട്ട് മാറ്റുന്നു. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻവേർട്ടർ അതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിളാണ്. അതിൻ്റെ വർക്കിംഗ് നമുക്ക് അടുത്ത പേജ് നമ്മൾ ആപ്ലിക്കേഷനെ പറ്റി സംസാരിക്കാം. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഇൻവേർട്ടറിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം കോൺസ്റ്റൻ്റ് AC നമ്മൾ വേരിയബിൾ AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് ഇൻവേർട്ടർ. അതുപോലെ കോൺസ്റ്റൻ്റ് AC ടു വേരിയബിൾ AC. ഇവിടെയാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ഫാനിൻ്റെ കേസ് വരുന്നത്. ഫാന് 220 വോൾട്ട് AC ആയിരുന്നു. പക്ഷെ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ 110 വോൾട്ട് AC മതിയെങ്കിൽ ചെറിയ 100 വോൾട്ട് AC മതിയെങ്കിൽ നമുക്ക് അതായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിനുള്ള സർക്യൂട്ടാണ് 230 വോൾട്ട് AC കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള AC നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ വേറൊരു വാല്യൂ AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ്. ഒന്നെങ്കിൽ സൈക്ലോ കൺവേർട്ടർ അല്ലെങ്കിൽ AC ടു AC കൺവേർട്ടർ. അപ്പോൾ രണ്ടും ഓറല്ല, രണ്ട് സർക്യൂട്ടുകളാണ്. രണ്ടിൻ്റെ കോൺസ്റ്റൻ്റ് AC വേരിയബിൾ AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന രണ്ട് ടൈപ്പ് സർക്യൂട്ടുണ്ട്. ഒന്ന് സൈക്ലോ കൺവേർട്ടർ, മറ്റൊന്ന് AC ടു AC കൺവേർട്ടർ എന്ന് പറയും. പിന്നെ അതുകൂടാതെ മെയിനായിട്ടുള്ള കോമൺ ആയിട്ടുള്ള അഡ്വാൻറ്റേജിലാണ് എഫിഷ്യൻസി കൂടുതലായിരിക്കും. കാരണം നമ്മളെ ഫാൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി, നമ്മുടെ ലോസ് കുറവായിരിക്കും. നേരത്തെ നമ്മൾ കൺവെൻഷണൽ നമ്മുടെ റെഗുലേറ്റർ ആണെങ്കിൽ ആവശ്യത്തിൽ കൂടുതലുള്ള പവർ നമ്മൾ വേസ്റ്റ് ആയി കളയാണ്. പക്ഷേ ഇവിടെ ഇലക്ട്രോണിക്സ് ഡിവൈസ് ഉപയോഗിക്കുന്നെങ്കിൽ അങ്ങനെ വേസ്റ്റേജ് വരുന്നില്ല, എഫിഷ്യൻസി എപ്പോഴും കൂടുതലായിരിക്കും. പിന്നെ ഈ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളും സ്റ്റാറ്റിക് സ്വിച്ചുകളായിരിക്കും. സ്റ്റാറ്റിക് സ്വിച്ച് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മൂവിങ് പാർട്സ് കാണത്തില്ല, മെക്കാനിക്കലായി മൂവ് ചെയ്യുന്ന പാർട്ടുകളൊന്നും കാണത്തില്ല. അപ്പോൾ മൂവിങ് പാർട്ട് ഇല്ലാത്തപ്പം അതിൻ്റെ ലൈഫ് എപ്പോഴും കൂടുതലായിരിക്കും, മെയിൻ്റനൻസും കുറവായിരിക്കും. മൂവിങ് പാർട്ട് വന്നാലേ എന്തെങ്കിലും ഫ്രിക്ഷൻ വഴി എന്തെങ്കിലും ലോസുകളും അതിൻ്റെ ലൈഫിനൊക്കെ പ്രശ്നം വരത്തുള്ളൂ. അതുപോലെ സൈസും കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഒക്കെ സൈസ് നമുക്കറിയാമല്ലോ. നമുക്കിപ്പോൾ 230 വോൾട്ടിന് നമുക്കൊരു 100 വോൾട്ട് AC കൺവേർട്ട് ചെയ്ത് നമുക്കൊരു ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ചെറിയൊരു സർക്യൂട്ട് ആയിരിക്കും അത്. നിങ്ങൾക്ക് സിലബസ് പറയുവാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് പല ഡിവൈസുകളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. UJT, JFET, BJT നിങ്ങൾ തേർഡ് S3 പഠിച്ചാണ്. പിന്നെ FET, ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, MOSFET, IGBT, ഡയാക്ക്, ട്രാക്ക്, ഇത്രയും ഡിവൈസുകളുടെ മെയിനായിട്ട് അതിൻ്റെ ബേസിക് സർക്യൂട്ട് ആയാലും അതിൻ്റെ വർക്കിംഗ്, ഓപ്പറേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, ഇത്രയും ഈ ഡിവൈസുകളുടെ പഠിച്ചാൽ മതി. പിന്നെ SCR എന്ന് പറഞ്ഞ ഡിവൈസാണ് നമ്മൾ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. സിലിക്കോൺ കൺട്രോൾ റെക്ടിഫയർ എന്ന് പറയും. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അടുത്ത മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്ന റെക്ടിഫയറുകൾക്കും ഇൻവെർട്ടറിനകത്തും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് SCR എന്ന് പറഞ്ഞത്. ആ ഡിവൈസിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ ടേൺ ഓൺ മെത്തേഡ്, കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ടേൺ ഓഫ് ചെയ്യുന്ന മെത്തേഡ്, ഒരു തന്നെ ഓൺ ആക്കി SCR ഓഫ് ചെയ്യുന്ന മെത്തേഡ്, അങ്ങനെ പല SCRനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. ഫസ്റ്റ് മൊഡ്യൂൾ അത്യാവശ്യം വലുതാണ്. ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂൾ കുറച്ച് വലുതാണ്. തേർഡും ഫോർത്ത് മൊഡ്യൂൾ കുറച്ച് ചെറുതാണ്. സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ മെയിൻ സർക്യൂട്ടുകളെല്ലാം പഠിക്കുന്നത്. ഒന്ന് റെക്ടിഫയറിനകത്ത് സിംഗിൾ ഫേസ് റെക്ടിഫയറും പഠിക്കാനുണ്ട്, 3 ഫേസ് റെക്ടിഫയറും പഠിക്കാനുണ്ട്. അത് റെസിസ്റ്റൻസ് ലോഡ് വെച്ചുള്ളതും പഠിക്കാനുണ്ട്, ഇൻഡക്റ്റീവ് ലോഡ് വെച്ചുള്ളതും പഠിക്കാനുണ്ട്. പിന്നെ ഇൻവെർട്ടറും പല ടൈപ്പ് ഇൻവെർട്ടർ, ഹാഫ് ബ്രിഡ്ജ്, ഫുൾ ബ്രിഡ്ജ്, അങ്ങനെ പല ടൈപ്പ് ഇൻവെർട്ടർ നമ്മൾ പഠിക്കാനുണ്ട്. പിന്നെ ചോപ്പർ എന്നൊരു ചെറിയൊരു പോർഷൻ ഉണ്ട്. അത് ശരിക്കും നമ്മുടെ ബക്ക് കൺവേർട്ടറിൻ്റെ ഒക്കെ ഒരു അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പോർഷനാണ്. കൺവേർട്ടറിനെ പറ്റി നമ്മൾ കാര്യമായിട്ട് 4ാമത്തെ മൊഡ്യൂളാണ് പഠിക്കുന്നത്. അത് അത്യാവശ്യം ചെറിയ ഒരു 4 ചോപ്പർ സർക്യൂട്ടുകളെ പറ്റി മാത്രം പഠിച്ചാൽ മതി ഈ മൊഡ്യൂളിനകത്ത്. പിന്നെ 3ാമത്തെ മൊഡ്യൂളാണ് ശരിക്കും മെഷീൻ്റെ ഒക്കെ സ്പീഡ് കൺട്രോൾ, ഇൻഡക്ഷൻ മെഷീൻ്റെ, DC മെഷീൻ്റെ ഒക്കെ സ്പീഡ് കൺട്രോൾ സിസ്റ്റത്തെ പറ്റി നമ്മൾ പഠിക്കുന്നത് 3ാമത്തെ മൊഡ്യൂൾ. 3 അത്യാവശ്യം എളുപ്പമുള്ള മൊഡ്യൂളാണ്, ചെറിയ മൊഡ്യൂളാണ്. 4ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ കൺവേർട്ടറിനെ പറ്റി പഠിക്കുന്നത്. അതിനകത്ത് 2 പോർഷൻ ഉണ്ട്. ഒന്ന് ബക്ക് കൺവേർട്ടർ, ബൂസ്റ്റ് കൺവേർട്ടർ, അങ്ങനെ കൺവേർട്ടറുകളെ പറ്റിയുള്ള സർക്യൂട്ടുകൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. എന്നിട്ട് നമ്മുടെ SMPS മെയിൻ ഡിവൈസ്, SMPS, UPS തുടങ്ങിയ ഡിവൈസുകളുടെ വർക്കിങ്ങുകളൊക്കെ. ഇനി അടുത്ത് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് നമ്മുടെ റെഫറൻസ് ടെസ്റ്റുകളെ പറ്റിയാണ്. നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന റെഫറൻസ് ടെസ്റ്റുകളാണ് ഈ 4 കൊടുത്തേക്കുന്നത്. അതിനകത്ത് ഏറ്റവും മേളിൽ എഴുതിയിരിക്കുന്നത് PS ബിംബ്ര ടെസ്റ്റാണ്. ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ടെസ്റ്റ് അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ലൈബ്രറി ഫെസിലിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടെസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഓൺലൈനായിട്ടെല്ലാം ഇതിൻ്റെ PDF അവൈലബിൾ ആണ്. ഞാൻ നമ്മുടെ ക്ലാസ് റൂമിൽ ആഡ് ചെയ്യാം. പറ്റി നിങ്ങൾ ശ്രമിക്കാം.
അടുത്ത ജനറൽ ഇൻഫോർമേഷൻ ഓൺ കോഴ്സ്. നമ്മുടെ ഇതിന് ഈ സ്ലൈഡ് ഞാനൊന്നും കാര്യമായിട്ട് എഴുതിയിട്ടില്ല, കാരണം നമ്മൾ എങ്ങനെയാണെന്നുള്ള കാര്യം ഫൈനലൈസ് ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ സെമസ്റ്ററിൽ നിങ്ങൾ ഇപ്പം ജസ്റ്റ് നിങ്ങൾക്കൊരു റിവിഷണൽ രീതിയിലും അതിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉപയോഗിച്ചത്. പക്ഷേ ഈ തവണ അങ്ങനല്ല. നിങ്ങളുടെ അറ്റൻഡൻസും വാല്യുവേഷനും എല്ലാം നല്ല കറക്റ്റായിട്ട് ആണ് ഈ തവണ ഫോളോ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ക്ലാസ് എങ്ങനെയായിരിക്കും എന്ന് ആദ്യം പറഞ്ഞു. നമുക്ക് വീക്കിലി ഒരു സെക്ഷൻ ആയിരിക്കും ക്ലാസ്. നിങ്ങളുടെ വെബെക്സ്, നിങ്ങളുടെ അസാപ്പിൻ്റെ ക്ലാസ്സൊക്കെ എടുത്ത പ്ലാറ്റ്ഫോമിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇത്തവണ ക്ലാസ് കാണുന്നത്. ആ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഞാനുമായിട്ടൊരു ഇൻറ്ററാക്റ്റീവ് സെക്ഷൻ, നമുക്കൊരു ആ ക്ലാസ്സിൽ പഠിപ്പിച്ച് നിങ്ങൾക്ക് മനസ്സിലാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു സെക്ഷൻ. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്ത് പ്ലാറ്റ്ഫോം ഉപയോഗിക്കണം. വേണേൽ സൂം ആപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെബെക്സ് തന്നെ മതിയെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനായിട്ട് ഒരു ചാറ്റ് ചെയ്യുന്ന രീതി മതിയെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ അതുകൂടാതെ ഒരു ഗൂഗിൾ ഗ്രൂപ്പ് ഞാൻ ലിങ്ക് നമ്മുടെ ക്ലാസ് റൂം ഇട്ടിട്ടുണ്ട്. ആ ഗൂഗിൾ ഗ്രൂപ്പ് ലിങ്ക് കയറി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനെ ടൈപ്പ് ചെയ്താൽ മതി. അത് നമുക്ക് ആ ഒരു ലിങ്ക് നമുക്ക് ശരിക്കും ഇതിനു വേണ്ടി ഈ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതി. അതിനകത്ത് ഫീഡ്ബാക്ക്, ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക്, അതിനെപ്പറ്റി മറ്റു അഭിപ്രായമൊന്നും അതിനകത്ത് വേണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് എന്താ ഡൗട്ടുണ്ട് അത് മാത്രം അതിനകത്ത് ടൈപ്പ് ഇടുക. നിങ്ങൾക്ക് ഫോട്ടോ ആയിട്ടുണ്ടെങ്കിൽ ഇമേജ് ആയിട്ട് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ മൊബൈൽ വഴി കയറുന്നെങ്കിൽ ഇമേജായിട്ട് ഫയൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണത്തില്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞൊരു ചെറിയ ഓപ്ഷൻ നമ്മൾ ഗ്രൂപ്പ് എടുക്കും കാണും മൊബൈലിൽ കൂടെ കയറുമ്പോൾ. അതെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അറ്റാച്ച് ഒക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ ഫോട്ടോ എടുത്ത് അറ്റാച്ച് ചെയ്താൽ ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അത്യാവശ്യം പ്രധാനമായിട്ട് പറയാനുള്ള, ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഒരു ഇൻറ്ററാക്റ്റീവ് സെക്ഷൻ കാണുമെന്ന് പറഞ്ഞാൽ, അത് കൂടാതെ നിങ്ങൾക്ക് ആ എടുത്ത ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി 2-3 ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും തരുന്നത്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ പറയുന്ന സമയത്തുള്ളിൽ, ഇപ്പം ഇന്ന് ക്ലാസ് ഉണ്ടെങ്കിൽ ഇന്ന് ഇത്ര മണി വരെ, ഒരു 5 മണി വരെ എന്നിട്ട് അതിനുള്ളിൽ നിങ്ങൾ ആ പറയുന്ന ടാസ്ക് ആക്ടിവിറ്റി ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ക്ലാസ് റൂമിൽ നമ്മൾ പറയുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അപ്പോൾ അപ്ലോഡ് ചെയ്താൽ അതിനനുസരിച്ച് മാത്രമായിരിക്കും അറ്റൻഡൻസ് അറിയുന്നത്. അല്ലാതെ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല. അപ്പം ഈ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ പറയുന്ന ആക്ടിവിറ്റി ചെയ്യുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും ഇത് നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. ഇത് സ്ട്രിക്റ്റ് ആയിരിക്കും. കഴിഞ്ഞ തവണ ഈ തവണത്തെ നമ്മുടെ പരീക്ഷയ്ക്കും പല കാര്യങ്ങൾക്കും ഒരുപാട് റിലാക്സേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഈ സെമസ്റ്റർ തൊട്ട് അറ്റൻഡൻസും കാര്യങ്ങളെല്ലാം ഇത് വെച്ചായതുകൊണ്ട് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് കറക്റ്റ് സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നവർക്ക് മാത്രമേ അറ്റൻഡൻസൊക്കെ തരാറുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലാസ് റൂമിനകത്തോടെ തന്നെ ചോദിക്കുക. എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക. ഇങ്ങനെ ഇപ്പം മാറി നമുക്ക് ഈ സാധാരണ ഒരു ക്ലാസ് റൂമിലേക്ക് ഇപ്പം തിരിച്ചു വരെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. അപ്പോൾ നിങ്ങൾ ഇന്നിപ്പം ചെയ്യേണ്ടത്, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഇതിൻ്റെ താഴെ ഇടുക. ഈ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പരിചയം കാണത്തില്ല, നിങ്ങൾക്ക് ചിലപ്പം പല അഭിപ്രായം കാണും. ക്ലാസ് എടുത്ത് എനിക്കും വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ കാണും. അതൊക്കെ നിങ്ങൾ ഫീഡ്ബാക്കായിട്ട് ഇടുക. അതുകൂടാതെ ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു, ഇന്ത്യയിൽ ട്രാക്ഷൻ സിസ്റ്റത്തിൻ്റെ വോൾട്ടേജ് എത്ര എന്നുള്ളത്. അതുകൂടെ ഒരു കമൻറ്റായിട്ട് ഈ ഇടുന്നൊക്കെ ഫീഡ്ബാക്കിനൂടെ കമൻറ്റ് ഇടുക. അപ്പോൾ ഇന്നത്തെ അറ്റൻഡൻസ് ആ ഫീഡ്ബാക്കും കമൻറ്റ് ഇടുന്നത് നോക്കിയായിരിക്കും ഞാൻ ഇടുന്നത്. അപ്പം എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക. നമുക്കിനി കാണുന്നവരെ താങ്ക് യു.